ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലാവും. ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. പല വിധത്തിലുള്ള പല രീതിയിലുള്ള മന്തിയുടെ റെസിപ്പി നമുക്ക് യൂട്യൂബിൽ കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു മന്തിയുടെ റെസിപ്പി ഞാൻ 2-3 തവണ ഉണ്ടാക്കിയിട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ടുള്ള നല്ല ടേസ്റ്റിയും നല്ല സിമ്പിളും ആയിട്ടുള്ള ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂടെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇപ്പോൾ കുരുമുളകിന് പകരം കുരുമുളക് ക്രഷ് ചെയ്തതോ അതോ മുഴുവൻ കുരുമുളകോ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് മന്തി മസാലയാണ്. നല്ല ബ്രാൻഡ് തന്നെ നോക്കി വാങ്ങുക. മന്തി മസാല അല്ലെങ്കിൽ ഏതെങ്കിലും അറബിക് മസാല ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേ നമ്മുടെ മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് മന്തിയിലോട്ട് മെയിനായിട്ട് വേണ്ടത് ചിക്കൻ ക്യൂബാണ്. അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള 3 ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത്. 3-4 ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു ഡ്രൈഡ് ലെമൺ ഒന്ന് പൊടിച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ടൊരു 1 ടീസ്പൂൺ 1.5 ടീസ്പൂണോളം ചെറിയ ജീരകം ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് വീഡിയോയിൽ വിട്ടുപോയതാണ്, അത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. മന്തിയിലേക്ക് ചിക്കൻ എടുക്കുമ്പോൾ വലിയ പീസായിട്ട് തന്നെ എടുക്കുക. ഞാൻ എടുത്തത് കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. വലിയ പീസ് തന്നെ ആകുമ്പോൾ നമുക്ക് കാണാനും നല്ലൊരു ഭംഗിയാണ്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ ചുരുങ്ങിയത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ട റൈസ് ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ 1 കിലോ റൈസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. സെല്ല ബസ്മതിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ പലതവണ മന്തി ഉണ്ടാക്കിയപ്പോഴും എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് അരി ഇങ്ങനെ നമ്മൾ ലൂസായിട്ട് അളന്ന് വാങ്ങുന്ന അരിയാണ് കുറച്ചുകൂടി നന്നായിട്ട് തോന്നിയത്. നമ്മൾ പാക്കറ്റിൽ വരുന്നത് എനിക്ക് ശരിയായിട്ട് കിട്ടാറില്ല. ഇനി നമുക്ക് അതവിടെ മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലോട്ട് ഒരു ക്യാപ്സിക്കം, ഒരു മീഡിയം സൈസ് സവാള, പിന്നെ കുറച്ചധികം മല്ലിയിലയും കുറച്ച് പുതിനയിലയും ചേർത്ത് കൊടുക്കാം. നല്ല ചെറുതായിട്ട് തന്നെ ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് ചിക്കൻ ഒന്ന് വേവിച്ച് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ആദ്യം ഒരു 4-5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. പിന്നെ നമ്മൾ 1/4 കപ്പ് ഓയിലേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഓയിൽ ആവശ്യമാണെങ്കിൽ തിരിച്ചും മറിച്ചും ഇടുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കാം. അതവിടെ റെഡിയായി വരുമ്പോഴേക്കും നമുക്കിതിലോട്ടുള്ള റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു പാത്രത്തിൽ ആ റൈസ് വേവിക്കാനാവില്ല. പിന്നീട് ഞാൻ ഈ പാത്രം മാറ്റിയിട്ടുണ്ട്. ഇനി ആ വെള്ളത്തിലോട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മന്തിയുടെ മസാല 1 ടീസ്പൂണോ 2 ടീസ്പൂണോ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഉപ്പിട്ടിട്ടില്ല. നമ്മളതിൽ ചിക്കൻ സ്റ്റോക്ക് ഇട്ടതുകൊണ്ട് തന്നെ അതിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ഉപ്പ് ചേർക്കേണ്ടതില്ല. അപ്പോൾ റൈസ് വേവിക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു ഡ്രൈഡ് ലെമണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ പാത്രം മാറ്റിയിട്ട് കുറച്ച് വലിയ പാത്രം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു റൈസ് ഒന്ന് 95% ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകുന്ന രീതിയിൽ കുക്ക് ചെയ്തെടുക്കരുത്. പിന്നെ ആ റൈസ് ഒന്ന് വെള്ളമൊക്കെ ഊറ്റി ഒന്ന് ഡ്രൈ ആയിട്ടാകുമ്പോൾ പിന്നെ നമുക്കിത് ദമ്മിടാനായിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് റെഡിയായി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ചിക്കനിൽ ഒരുപാട് ഗ്രേവി ഉണ്ടെങ്കിൽ അത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്ത് വറ്റിച്ചെടുക്കണം. ഇനി നമുക്കിത് ദമ്മിടാനായിട്ട് ഈ ചിക്കൻ്റെ പീസ് മാത്രം ഒന്ന് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലുള്ള ഗ്രേവി കുറച്ചൊരു ബൗളിൽ മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കിയുള്ളത്
നമ്മൾ ദമ്മിടാൻ എടുക്കുന്ന ആ പാത്രത്തിൻ്റെ അടിയിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ 2 ലെയറായിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ആദ്യം പകുതി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ വശത്തും എത്തുന്ന ഒരു വിധത്തിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കുക. ശേഷം നമുക്കിതിലോട്ട് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. യെല്ലോ ഫുഡ് കളറും റെഡ് ഫുഡ് കളറുമാണ്. രണ്ടും ഇങ്ങനെ വെള്ളത്തിലോ പാലിലോ മിക്സ് ചെയ്തിട്ട് റൈസിൻ്റെ മേലെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ കളറ് ഓപ്ഷണലാണ്, എന്നാലും കാണാനൊരു ഭംഗിക്ക് കുറച്ച് കളർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ റെഡ് ഫുഡ് കളറിന് യെല്ലോ ഫുഡ് കളറിന് പകരം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ആ ഒരു ഗ്രേവിയൊക്കെ വരുന്ന കുറച്ച് ഭാഗം നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ വശത്തുമായിട്ട്. എന്നിട്ട് ഇതിൻ്റെ മേലെ ബാക്കിയുള്ള റൈസ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫുഡ് കളർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് പച്ചമുളക് ഒന്ന് കുത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് അത് മുഴുവനായിട്ടും ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ സെൻറ്ററിൽ ഗ്യാപ്പ് വെച്ചത് ചാർക്കോള് കത്തിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു സ്മോക്കി ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ബൗളൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഈ വണ്ണുള്ള ഒരു ചെറിയ പ്ലേറ്റാണ് വെച്ചിട്ടുള്ളത്. അതിൽ ചാർക്കോള് കത്തിച്ചിട്ടിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടച്ചു വെക്കുക. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഒന്ന് ആവി കയറ്റിയെടുക്കാം. എന്നിട്ട് അതിന് ശേഷം വീണ്ടും നമ്മൾ മേലെ വെച്ചിട്ടുള്ള ചിക്കൻ പീസ് എടുത്ത് മാറ്റി വെച്ച ശേഷം ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് ചിക്കൻ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ചിക്കനൊക്കെ പൊടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്ക് പ്ലേറ്റിലോട്ട് സേവ് ചെയ്തിട്ട് ചിക്കൻ അതിൻ്റെ മേലെ വയ്ക്കാം. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റും സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യുക. ചാനലിലെ മറ്റു വീഡിയോസൊക്കെ കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക.